ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പറായി ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായി ഒന്ന് പരിഗണിക്കുക ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കാര്യവും കൂടെ ഒന്ന് പരിഗണിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം. മുന്നിൽ നിന്ന് നയിക്കാൻ നാസർ അൽ ഖലീഫയുണ്ട്. ആ ഒരു സമയത്ത് ലോകത്ത് കിട്ടാവുന്നതിൽ മികച്ച ഒരു ഗോൾ കീപ്പറായി ജിയാൻലുക്കി ഡൊണറുമ്മയുണ്ട്. പ്രതിരോധം നയിക്കാൻ അഷ്റഫ് ഹക്കീമിയുണ്ട്. മുന്നിൽ നിന്ന് ഒരു നോട്ടം കൊണ്ട് പോലും എതിരാളികളെ ഭസ്മമാക്കാൻ MNM എന്ന ആ ത്രയമുണ്ട്. കൂടാതെ പൈസ വാരി ഇറക്കാൻ, പൈസ ഇങ്ങനെ ഒഴുക്കാൻ വേണ്ടി ഖത്തർ റോയൽ ഫാമിലി ഉണ്ട്. ഇങ്ങനെ എല്ലാം അവൈലബിൾ ആണ്, ലോകത്ത് ഇന്ന് ലഭ്യമാവാവുന്ന എല്ലാം ഉണ്ട്. പക്ഷേ മികച്ച പരിശീലകന്മാരെല്ലാം ഉണ്ടായിട്ടും പാരീസിന്റെ ഈഫിൽ ടവറിന് താഴെ പൊരുതാൻ മാത്രമായിരുന്നു അവരുടെ വിധി. അവരുടെ പോർവിളികളും വിജയഭേരികളും പാരീസിൽ മാത്രം ഒതുങ്ങി നിന്ന സമയം. ഇവന്മാരെ കൊണ്ടൊന്നും ആകില്ല. ഖത്തർ ഗ്രൂപ്പിന്റെ എണ്ണപ്പണമൊക്കെ അവരുടെ കയ്യിരിക്കത്തേ ഉള്ളൂ. ലോകത്തെ എല്ലാവരും എല്ലാ മികച്ച താരങ്ങളെ കൊണ്ടുവന്നാൽ പോലും ഇവന്മാരൊന്നും നേടാൻ പോകുന്നില്ല. ദിസ് ഇസ് ടൈം ആയേഗ. വിമർശകരെ, അങ്ങനെ പറഞ്ഞ വിമർശകരെ, നിങ്ങൾക്കിനി വിശ്രമിക്കാം. അങ്ങനെ പറഞ്ഞ വിമർശകരെ, നിങ്ങളിനി വായും പൊത്തി ഇരുന്നോളൂ. അതെ, തുടർച്ചയായ രണ്ടാം തവണ പാരീസ് സെന്റ് ജർമ്മൻ എന്ന പാരീസിന്റെ പ്രതിനിധാനം ചെയ്യുന്ന ഫ്രഞ്ച് വമ്പന്മാർ, ഫ്രഞ്ച് പടക്കപ്പലുകൾ ഒടുക്കം ഐഫൽ ടവറിന് മീതെ പറക്കുകയാണ്. ഇപ്പോൾ അവരുടെ കുതിരകൾ ഇപ്പോൾ ഐഫൽ ടവറിന്റെ മുകളിലൂടെ പറക്കുന്നു. അവർ തുടർച്ചയായ രണ്ടാം സീസണും യൂറോപ്പിന്റെ സിംഹാസനത്തിലേക്ക് പട്ടാഭിഷേകം ചെയ്യപ്പെടുന്നു. ആർസണൽ വേഴ്സസ് PSG മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ കായ് ഹവേർട്ട്സിലൂടെ ആർസണൽ ലീഡ് എടുത്തു. ആർസണൽ അവിടെ കരുതി കാണണം യുഫ ചാമ്പ്യൻസ് ലീഗ് എന്ന UCL ആ ഒരു കാത്തിരിപ്പ് അവസാനിച്ചു. എന്നാൽ അവിടെ ഒന്നും കാര്യമുണ്ടായിരുന്നില്ല. യൂറോപ്പിന്റെ കിരീടം സ്വന്തമാക്കാൻ വളരെ പൊരുതി, വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ ആർസണൽ അതൊന്നും ആയിരുന്നില്ല. 65ാം മിനിറ്റിൽ ഒസ്മൻ ഡംബലയുടെ ഒരു ഗോള്. അങ്ങനെ 1-1 സമനിലയിൽ പോകുന്ന മത്സരം നിശ്ചിത സമയമായ 90 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക്. അവിടെയും തീരുമാനമാകാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൗട്ട് എന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ പരീക്ഷണത്തിലേക്ക് ചെല്ലപ്പെട്ടു. യെസ്, അവിടെ മികച്ച രീതിയിൽ മത്സരം പോവുകയും ഗബ്രിയൽ മാർട്ടിനലി ആ പെനാൽറ്റി കിക്ക് അദ്ദേഹത്തിന്റെ ആ ഒറ്റപ്പിഴവിൽ പാഴാക്കുമ്പോൾ ആർസണൽ ഹൃദയഭേദകമായ അവസ്ഥയിലേക്ക് പോകുന്നു. ബോട്ടിലേഴ്സ് എന്ന് പലതവണ കളിയാക്കിയവർക്ക് ഒരിക്കൽ കൂടെ കളിയാക്കാവുന്ന അവസരം റണ്ണേഴ്സപ്പായി മാത്രം മാറുന്നു. ലണ്ടനിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് പിന്നാലെ സിറ്റിയെ വളർത്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് പിന്നാലെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്ന ആർസണൽ ആരാധകർക്ക് ആ ലണ്ടൻ നഗരത്തിന് നിരാശ വേദന സമ്മാനിച്ചുകൊണ്ടായിരുന്നു ഗബ്രിയൽ മാർട്ടിനലിയുടെ കിക്ക്. ഓ ഗബ്രിയൽ, നിങ്ങളുടെ കിക്ക് മനഃപൂർവ്വമല്ലെങ്കിലും അത് വേദന തന്നെയാണ് ഓരോ ആർസണൽ ആരാധകരും ഇന്നലത്തെ രാത്രി സമ്മാനിച്ചത്. അതേസമയം മറ്റൊരു സന്തോഷിപ്പിക്കുന്ന കാഴ്ച കണ്ടു. കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ഗബ്രിയൽ മാർട്ടിനലിയുടെ അടുത്തേക്ക് അയാൾ എത്തി. മാർക്കീനോസ്. എന്നിട്ട് തന്റെ പ്രിയ സുഹൃത്തിനെ ചേർത്ത് പിടിക്കുന്ന മാർക്കീനോസിനെ നമ്മൾ കണ്ടു. ആ ഒരേ ക്യാമ്പിൽ ഇനി ഒരു ദിവസത്തിനകം നിൽക്കേണ്ടവരാണ്, പ്രാക്ടീസ് ചെയ്യേണ്ടവരാണ്, ബ്രദേഴ്സിനെ പോലെ നിൽക്കേണ്ടവരാണ് അവരെന്ന് എന്താ പറയുക, 2 ടീമുകളിൽ കളിക്കുമ്പോഴും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ മറന്നിരുന്നില്ല. അതെ, ഒടുക്കം 2ാം സീസണിലും UCL നേടുമ്പോൾ മറ്റൊരിടത്ത് എല്ലാം ചെയ്തിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ മാർക്കൽ ആർട്ടിറ്റയ്ക്കും സംഘത്തിനും മടങ്ങേണ്ടി വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.